B2 എക്സാമിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി ഗോയിറ്റസ് സെൻട്രം ട്രിവാൻഡ്രം ഓർ കൊച്ചിയിലേക്ക് എങ്ങനെ മെയിൽ അയക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതിനാദ്യം നമുക്ക് വേണ്ടത് ഗോയിറ്റസ് സെൻട്രം ട്രിവാൻഡ്രത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതിനുശേഷം നമ്മൾ മെയിൽ എടുക്കുക. മെയിൽ എടുത്തിട്ട് നമുക്ക് പുതിയൊരു മെയിൽ അടിക്കണം. അപ്പോൾ നമ്മൾ പുതിയ മെയിൽ ഉണ്ടാക്കുന്നിടത്ത് നിൽക്കുക. എന്നിട്ട് നമുക്ക് ടു വേണം, ഫ്രം വേണം, സബ്ജക്റ്റ് വേണം. അതിനുവേണ്ടി നമ്മൾ ഗോയിറ്റസ് സെൻട്രത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് താഴേക്ക് വരുമ്പം ഓൾറെഡി ലോഗിൻ ചെയ്യണം. ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സാം അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണും. അതിൽ നമ്മൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് എബൌട്ട് ഇനി വരുന്ന എക്സാമിനെ കുറിച്ച്, എക്സാം ഡേറ്റ്സ്, നമ്മൾ ആർക്കാണ് മെയിൽ അയക്കേണ്ട മെയിൽ ഐ ഡി ഒക്കെ സഹിതം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെയിൽ ഐ ഡി നമ്മൾ അവിടെ കോപ്പി ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പേസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് സബ്ജക്റ്റാണ്. ഫ്രം ഓൾറെഡി നിങ്ങളുടെ അഡ്രസ്സ്, സബ്ജക്റ്റ് നമുക്ക് തിരിച്ച് നമ്മൾ സൈറ്റിലേക്ക് തന്നെ വരുമ്പോൾ അവിടെ സൈറ്റിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സാം ലെവൽ എന്താണ്, നമ്മൾ എന്നാണ് മെയിൽ അയക്കേണ്ടത്, സെൻഡർ, അപ്പോൾ അതിൽ വേണ്ട ഇമെയിൽ സബ്ജക്റ്റ് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അതും ഇതുപോലെ നമ്മൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുക. അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമുക്ക് ഈ സൈറ്റിൽ എക്സാം അപ്ഡേറ്റ്സിലുണ്ട്. അപ്പോൾ നമ്മളത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മൾ സബ്ജക്റ്റിൻ്റെ സ്ഥലത്ത് കൊണ്ട് അത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഫോർമാറ്റാണ്. ഫോർമാറ്റ് തന്നെ നമ്മുടെ മെയിലിൻ്റെ കണ്ടൻറ്റ് നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക. ബാക്കിയുള്ള നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ കുറച്ച് വരുമല്ലോ, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ ഫോർമാറ്റ് നമ്മുടെ മെയിലിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ടേബിളാണ്. അതും ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മുകളിൽ നിന്നും കുറച്ച് താഴെ വരെ, ടേബിളിൻ്റെ ഇത് കഴിഞ്ഞും കുറച്ച് താഴെ വരെയും കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ തിരിച്ച് മെയിലിൽ വന്ന് നമ്മൾ പേസ്റ്റ് ചെയ്യുക. മിനിമൈസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കാണെങ്കിൽ ആവശ്യമില്ലാത്ത നമ്മളത് കുറേ കോപ്പി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് ആ ടേബിൾ മാത്രം മതി. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മളാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാസ്പോർട്ടിലെ പേര്, നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒഫീഷ്യൽ നെയിം നമ്മൾ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്, കറണ്ട് റിസൈഡിങ് ഡിസ്ട്രിക്റ്റ് ടൈപ്പ് ചെയ്യുക. ഞാൻ കോട്ടയം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണൽ കോൺടാക്റ്റ് ഫോൺ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഏതൊക്കെ മൊഡ്യൂളാണ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, ഏതൊക്കെ മൊഡ്യൂളാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് കൊടുക്കുക. ഞാനിവിടെ സ്ട്രഹനാണ് കൊടുക്കുന്നത്. അപ്പോൾ വേറെ ഏതൊക്കെയാണ്, ലേസണാണ്, ഹ്യോർനാണ്, ഷ്രൈവനാണ്, ഏത് വേണ്ടതെന്ന് അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൽ അയക്കുന്ന ആ മെയിൽ ഐ ഡി ഉണ്ടല്ലോ, അതായത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത മെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡിയിൽ വേണം നമ്മളിവിടെ, അതാണ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി, ദാറ്റ് ഈസ് യൂസ്ഡ് ഗോയിറ്റസ് സെൻട്രത്തിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്ത മെയിൽ ഐ ഡി അതാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മുടെ ഈ ടേബിളാണ് നമ്മൾ അയക്കുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ടുണ്ട്. ഇത് നമ്മളിത് അയക്കേണ്ടത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് മാർച്ചിലെ എക്സാമിന് അയക്കേണ്ടത് 1-ാം തീയതിയാണ്, ഫെബ്രുവരി 1-നാണ്. അപ്പോൾ നമ്മൾ 10:59 ഒരു 48 സെക്കൻഡൊക്കെയാണ് നമ്മൾ അയക്കണം. കാരണം അതാണ് ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യുക. അവർ ഓൾറെഡി സൈറ്റിൽ പറയുന്നുണ്ട് എന്നാണ് കൺഫർമേഷൻ മെയിൽ വരിക എന്നുള്ളത്. അപ്പോൾ അത് വന്നിട്ടുണ്ടോ നമ്മൾ നോക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. ചൂസ്.